ഞാൻ മീനാക്ഷി. ഞാൻ ഇപ്പോൾ ഉള്ളത് ഫൺ വിത്ത് സ്റ്റാറിന്റെ ബ്ലൈൻഡ് ടെസ്റ്റ് ഗെയിമിലാണ്. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. പേടിയുണ്ടല്ലേ? ചെറുതായിട്ട്. ഇങ്ങനെ പേടിക്കലടാ. ചൈനയിൽ ഈ സാധനം ബാനാന്നൊക്കെ പറയപ്പെടുന്നു. ജനറൽ നോളജ് ഇല്ല. അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുവല്ലേ. ഒരു കവർ പൊട്ടിക്കാൻ അതൊക്കെ പണ്ടേ പൊട്ടിച്ചതാ. മീനാക്ഷി തുടങ്ങുമല്ലേ? എന്തുവാണെന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? പേടിയുണ്ടല്ലേ? ചെറുതായിട്ട്. ഫസ്റ്റ് ടൈം ആണോ? ഓക്കെ, അപ്പം ഐശ്വര്യമായിട്ടാണ് തുടങ്ങിക്കോ. അടങ്ങുന്നുണ്ടല്ലോ. എന്തുവായിരിക്കും? നോക്കി തുടങ്ങേ. നോക്കിത്തോട്. നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതാ. അത് നോക്ക്, എന്തുവാ നോക്കണം. ഹാൻഡ് വാഷ് ഒക്കെ ഉള്ളതാണ് അവിടെ. ചെവിയെ പിടിക്കല്ലേ അത്. ഇത് നിൽക്കുന്നുമില്ല. നോക്കിയേ, ഗസ് ചെയ്ത് എന്തോ ആയിരിക്കുമെന്നൊന്ന്. ഇങ്ങനെ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടോ? നോക്കി എന്നെ ഒന്ന് ഓർത്ത് നോക്കി, എവിടെയെങ്കിലും ഇങ്ങനെ തൊട്ടിട്ടുണ്ടോ എന്ന്. റബ്ബറാണോ? ഏത് റബ്ബർ ആയിരിക്കും? നനവില്ലേനെ? സ്ലൈമോ? കൊച്ചിലെ കളിച്ചോണ്ടിരുന്ന സാധനം. മീൻ പോലെയൊക്കെ ഇരിക്കുന്നു. അടുത്തെത്തി. ഒട്ടുന്നുണ്ടോ? ഇല്ല. നോക്കി കൈ വെക്കണം. പിന്നെ കൈ പോയിട്ടൊന്നും പറയല്ലേ. ജീവനില്ലാത്ത സാധനം. ഒട്ടുന്നില്ല. ഇല്ല. കണ്ണാടി പകുതി താഴെ പോയി. താഴെയാണ്. അതിന്റെ ഒട്ടുന്നേ. നോക്കി തുടങ്ങേ. എന്തായാലും ജീവനില്ലാത്ത സാധനം. പേടിയില്ല. ഇല്ല. അപ്പൊ നോക്കി എന്തുവാന്ന്. സ്റ്റിക്കർ. 10,000 രൂപ കൊടുക്കണം കേട്ടോ. ആർക്കും അറിയത്തില്ല. ഇപ്പോൾ എന്തുവാ? ഇത് എന്തോ പച്ചക്കറി ആയിരിക്കും. പിന്നെ ചിക്കൻ കൊണ്ട് ഫ്രണ്ട് ഇത് പഴമല്ല. തൊട്ട് നോക്കിട്ട് പഴമായിട്ട് തോന്നി. പഴം ഇത്ര ഹാർഡായിട്ടുണ്ടാവും. എന്റെ പഴമേ, ഇത്രയും ഹാർഡ് പഴം. കുക്കുമ്പറോ? അങ്ങനെ രണ്ടെണ്ണം അല്ലേ വിജയിച്ചിരിക്കുക. അത് ഇടയ്ക്ക് ഒട്ടും.
ഒരു ക്ലൂ തരാം. അയ്യനൊന്നും വിളിക്കണ്ട, എന്നും വൈകിട്ട് കഴിക്കുന്നതാ. തൊട്ട് വൃത്തികേടാക്കി. ഒന്ന് ആലോചിച്ച് എന്തുവായിരിക്കും അത്? എന്തായിരിക്കും? ഇന്നെന്താ നീട്ടോ? ആ സ്മെല് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണോ അച്ഛനെ? സ്മെല് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണോ? ആണ്. വേണേ സ്മെല് ചെയ്യാം, വേണ്ട. കുഴപ്പമില്ല. ചിക്കൻ കറിയുടെ മണമാണോ? ബീഫ്, ചില്ലി ചിക്കൻ? ഒരു മണവും ഇല്ലല്ലോ ഇതിന്. മൂക്കടഞ്ഞിരിക്കുന്നുണ്ട്. ഇതിന് മണമൊന്നും ഇല്ല. അപ്പൊ നോക്ക് എന്തുവാണെന്ന് നോക്കിയേ. നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഈ റൂമിൽ നിൽക്കാൻ പറ്റുന്നില്ല, എ സി ഇട്ടുണ്ടായിരിക്കും. അതെ. ഹൈ പഠിക്കുന്ന വലിയ സ്ഥലത്താ. കുലിക്ക് വെക്കുന്നു. എന്തുവാ ഇതെന്താ? പ്ലാസ്റ്റിക് കവറോ? മൊത്തം നോക്കിക്കേ, ശരിക്കും കയ്യെടുത്ത് നോക്ക്. കഴിച്ചു നോക്കിക്കോ ഒന്ന്. അയ്യേ ഇതെന്തുവാ? അവനങ്ങ വെറുതെ പറയൂട്ടോ. ബർഗർ കൊണ്ട് ഫ്രണ്ടി വെച്ചിട്ട് എന്തുവാ? ബർഗർ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പറഞ്ഞു നേരെയുള്ള ബർഗറാ. സൂപ്പർ ബർഗർ, ഒരു കടയിലും കിട്ടത്തില്ല. നോക്കിക്കോ ഒന്ന്. ഇല്ല, കഴിക്കില്ല. മണമില്ല ഇതിന്. എന്തുവായിരിക്കും? മണമില്ലെന്ന് മീനാക്ഷി പറയുന്നു. അപ്പൊ മണം മിക്കപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കും. മനസ്സിലായി. എന്തെന്നാ? പാഡ്. മോനെ അങ്ങനെ 3 എണ്ണം. അടിപൊളി. ഇതെന്തുവാ? ഇതെന്താ അലക്കുന്നേ? ചാടി. എന്തായാലും ജീവനുള്ളതൊന്നും ആയിരിക്കൂല. അയ്യോ, കോഴി അതിനിടയ്ക്ക് സാധിച്ചു. കോഴിയാ? അയ്യേ പ്ലേറ്റില് ഇതിനോട് ഹാൻഡ് വാഷ് എടുത്തിട്ട് വരാം. ഇങ്ങനെ ഒട്ടുന്ന സാധനം ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഫുട്ബോളാണോ? ഫുട്ബോളാണോ? ഫുട്ബോളിലെന്താ ഇത്ര കുഴികള്? ഫ്രൂട്ടാണല്ലേ? കുഴികളുള്ള സാധനത്തിനകത്ത് തൊട്ടുള്ള എന്താ? എന്തോ ഫ്രൂട്ടാണ്. എന്തുവാ അത്? എനിക്ക് അതിന്റെ പേരറിയാൻ പോലുള്ള. തണ്ണിമത്തൻ. അല്ല, തണ്ണിമത്തൻ എനിക്കില്ലേ. പൈനാപ്പിൾ. പൈനാപ്പിളും അല്ല. പേരയ്ക്ക, പടവലങ്ങ, ജാതിക്ക. മറ്റേ ഞാൻ പറയാം. എനിക്കറിയാം എവിടെ വന്നിരിക്കുവോ? എനിക്കറിയാൻ പാടില്ല. എന്താണ് ഇതിന്റെ പേര്? ഞാൻ പറയാം, ഇത് ഫ്രൂട്ടാണ്. അതെ, അത് ശരിയാണ്. അത് എടുക്കുമ്പോൾ പറയണം കേട്ടോ, ഫ്രൂട്ടാണ്. അല്ല, ചേട്ടൻ അങ്ങനെ പറയുന്നോണ്ട് ഫ്രൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിലെങ്കിലും ഒന്നിൽ ഉറച്ചെടുക്ക്. അതെ, ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പൊ എന്തായാലും അതല്ല, കൺഫേം. ഒന്ന് എടുത്ത്, കയ്യിലൊന്ന് എടുത്തേ. സ്മെല് ചെയ്യാൻ പറ്റുന്നതാ. ഇങ്ങനെയാണോ സ്മെല് ചെയ്യണേ? മൂക്കിന്റെ അടുത്ത് വെച്ചിട്ട് സ്മെല് ചെയ്യേ.
അവൻ കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല. മൂക്കിന്റെ അടുത്തോട്ട് വെച്ച് സ്മെല്ലി. ഇതെന്തോ പറ. സബർജില്ലി. അപ്പൊ അതുമല്ല, എനിക്ക് പേരറിയത്തില്ല, പക്ഷെ സാധനം എന്താന്ന് എനിക്ക് മനസ്സിലായി. ആ സാധനത്തിന്റെ രൂപം പറ. പച്ച കളറാ. പിന്നെ കുഴികളുണ്ട്. പച്ച കളറാ, കുഴികളുണ്ട്, തിന്നാൻ പറ്റും. ഉറപ്പാണോ? അല്ലേ? അല്ല ഉറപ്പാണോ ചോദിക്കുക, ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ നമുക്ക് ഇപ്പൊ പൊക്കാം. ആ തിന്നാൻ പറ്റും. ഫ്രൂട്ടാണ്, എനിക്ക് അതിന്റെ പേരറിയില്ല. എന്നൊന്ന് കഴിച്ചു കാണിച്ചേ. ദേശീയ അപ്പൊ ഓക്കെ. ആ ഇതന്നെയാ ഉദ്ദേശിച്ചത്. ഇത് ഗസ് ചെയ്താൽ അടുത്ത വൈറൽ കണ്ടിട്ടാ. അടുത്തോട്ട് കൈ ഒന്നുമില്ല, ഇപ്പൊ പേടിക്കണ്ട ഞാനല്ലേ പറയുന്നത്. അതെ, പേടിപ്പിക്കില്ല അതിന്. അല്ലല്ലോ, കുഴപ്പമില്ല. ഇതെന്തോ? ഒന്ന് കയ്യിലെടുത്തേ. വേണ്ട. അല്ല എടുത്തു നോക്കി, എന്തുവാന്നറിയണ്ടേ. കടിക്കത്തില്ല. ഉറപ്പ് വരാം, ജീവൻ അങ്ങോട്ട് കടിക്കാതിരുന്നാ മതി. ആ ഞാൻ പറഞ്ഞേക്കട്ടെ, എന്തുവാ പറയട്ടെ? വേണ്ട, കുറച്ചും ഗസ് ചെയ്യട്ടെ. ഡയറി മിൽക്ക് ഇഷ്ടമാണോ? ഇഷ്ടമുള്ള മുട്ടായി ഏതാ? മിഠായി ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. ടേസ്റ്റ് ഉണ്ട് ഇതിന്. നിനക്ക് എങ്ങനെ അറിയാം? അതൊന്ന് പൊട്ടിച്ചേ. അല്ല പൊട്ടിച്ചോ, നമ്മളെ വിശ്വാസം ഉണ്ടെ പൊട്ടിച്ചോ. ആരെ നിന്നെയോ? പൊട്ടിച്ചോ അല്ല ചേട്ടനൊക്കെ പറഞ്ഞ കുപ്പിലേക്ക് പേടിക്കത്തില്ലേ? അല്ല പേടിക്കണ്ട, പൊട്ടിച്ചോ. പൊട്ടുന്നില്ല, പൊട്ടാതിരിക്കാനാ പൊതുവെ. പൊട്ടിച്ചു നോക്ക്. ഇതെന്താ കീറാൻ പറ്റത്? അതാ പറഞ്ഞ കീറാതിരിക്കാൻ യൂസ് ചെയ്യുന്ന സാധനം. ഞാൻ കീറി തരാം. അതിന് പിന്നെ കീറ് നല്ല പരിചയ. തുറന്നേ. ഇങ്ങനെയാണ് ഡയറി മിൽക്ക് പൊട്ടിക്കുന്നേ. ഒരു മുട്ടായി പോലും പൊട്ടിക്കാൻ അറിയാതെ തെറിച്ച് ക്യാമറമാനെ നേരത്തില്ല. ഇതെന്തുവാ? പൊട്ടിക്ക്. മുട്ടായി അല്ല. എടാ മിഠായിന്ന് പറഞ്ഞ എടുത്ത് വായിലിടും. നോക്കി പൊട്ടിച്ച് സ്മെല്ല് നോക്ക്. ഇത് കീറാനും പറ്റുന്നില്ലല്ലോ. ഏതൊരു കീറാൻ പറ്റും? ഓവർ പ്രൊട്ടക്ഷൻ ആണ് എല്ലാത്തിനും. ഏതൊരു സൈഡ് നോക്ക്. അല്ല പാക്കറ്റ് പറഞ്ഞു. സൈഡ് നോക്കിയ എവിടെയും ഏതൊരു സൈഡ്. ആ പൊട്ടിയില്ലോ, അത് ഉദൂടെ പൊട്ടിക്കുമായിരിക്കാം. യെസ് കിട്ടത്തില്ലല്ലേ? ഭയങ്കര ഉറപ്പാ. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. അതെ, പൊട്ടിക്ക്. ഏതെങ്കിലും നല്ല ഗ്രിപ്പുള്ളടം നോക്കിക്കേ. ഇതിന് പൊട്ടിക്കാം. എന്തോ ചേട്ടാ പൊട്ടിക്കാം. ആ ചൈനയിൽ ഈ സാധനം ബാനാന്നൊക്കെ പറയപ്പെടുന്നു. അതിനാടാ ജനറൽ നോളജ് ഇല്ല. അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുവോന്നല്ലേ. അത് പൊട്ടിച്ച് അതൊന്ന് ഇത് കീറാൻ പറ്റുന്നില്ലെന്നേ. ഏതേലും ഭാഗം നോക്കി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നോക്കി കീറ്. അജിനെ കീറി കൊടുക്കട, എന്ത് വേണം? ഞാൻ കീറത്തില്ല. ഞാൻ ഒന്ന് കീറിയല്ലേ ഇവിടെ ഇരിക്കുവാ. കീറിയത് പൊട്ടിച്ചേ. കീറി. യെസ്, കീറിയത് മീനാക്ഷിക്ക് ശക്തി. പൊട്ടിക്കങ്ങോട്ട്. എന്നെ എനിക്ക് മതിയായി. ജ്യൂസ് നല്ല രീതിയിൽ പൊട്ടിക്കുക. ജ്യൂസ് ഇത് കഴിഞ്ഞിട്ട് കുടിക്കാം.
ഒരു സൈഡ് വെച്ച് നമ്മള് ഇത് എന്താ പറഞ്ഞ മുട്ടായി ഒക്കെ പൊട്ടിക്കുന്നത് എങ്ങനെ വലിക്കുവാണോ ഒരു ക്ഷമ കൊടുത്തേ അതിന് എടി കെച്ചപ്പിന്റെ പാക്കറ്റ് ഇങ്ങനെ കീറണ അതേമാതിരി കീറും. അതിനാട്ടും വില കൂടുതലായിരിക്കും. അതിന് കെച്ചപ്പ്. ഇത് നമ്മൾ സാധാരണ പപ്സിന്റെ അകത്തൊക്കെ ഒഴിച്ചു കുടിക്കുന്നതാണ്. എന്ത് അല്ല അപ്പൊ അതൊന്നും അല്ല, ഇത് തിന്നുന്നതൊന്നും അല്ല. ആണ്. അല്ല, ഇത് തിന്നുന്നതല്ല. ഒന്ന് നോക്കിക്കേ. അല്ലെന്നേ, ഇത് ഉറപ്പ്. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്തായാലും അല്ല. ഇതുവരെ പൊട്ടിക്കാൻ പറ്റത്തില്ല അവസ്ഥ. ഇത് 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 നമ്മൾ ആ കമ്പനിക്ക് നല്ല പ്രൊമോഷൻ കൊടുക്കുന്നത്. പ്രൊമോഷൻ കൊടുക്കുന്നത് മാരക പ്രൊമോഷൻ കൊടുക്കുന്നത്. ഇത് ഞാൻ അവർക്ക് മെയിൽ അയച്ചു കൊടുക്കും. പൊട്ടിക്കൂ അടിക്കൂ തകർക്കൂ. മീനാക്ഷിക്ക് പറ്റും. നിങ്ങൾക്ക് പറ്റും, ഉറപ്പായിട്ടും പറ്റും. അല്ല ഞാൻ പറയാല്ലോ, ഇത് പപ്സിന്റെ അകത്ത് വിഴലി ഓടിക്കും. എങ്ങനെ ഭയങ്കര കട്ടിയാ. പ്രാർത്ഥിക്കുന്നത് ആദ്യമായിട്ട് ഇതൊരാളെ കൈ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അല്ല, ഞാൻ ഇത് വലിപ്പം നോക്കിയതാ. വലുപ്പം വലുതായിക്കോളൂ. അത് കവറിൽ ചെറുതാണെങ്കിൽ വലുതാവും തന്നെ. മാന്ത്രിക ഇതുവരെ പൊട്ടിക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ പൊട്ടിച്ചതാ. ഞാൻ പൊട്ടിച്ചാ പിന്നെ അത് ഇതിന്റെ വേറൊരു വേർഷൻ ഉത്സവപ്പറമ്പിലൊക്കെ പിടിക്കാൻ കിട്ടും. എവിടെ? ഉത്സവപ്പറമ്പിൽ. ഇതല്ല, ഇത് നമ്മൾ കുറച്ച് കൂടിയ സാധനം. എല്ലാ സാധനത്തിലും നമ്മൾ ഇത്ര നിശ്ചിത ഇത് പറയും 100-ല് 100 പക്ഷെ 100-ൽ 100 അല്ലാത്ത കുറെ സാധനങ്ങളുണ്ട്. ഇത് 100-ൽ 100. 18+ ആണ്. ഇതൊന്ന് പൊട്ടിച്ച് ഒരു മുട്ടായി ഒരാൾ സ്നേഹത്തോടെ തരുമ്പോ അത് മണത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, ഉറപ്പായിട്ടും. പൊട്ടിക്കാതെ എങ്ങനെ മണക്കുന്നേ? പൊട്ടിച്ചത് പൊട്ടിച്ച് അവിടെ തുപ്പി നോക്കി ഇടുന്നു. പെട്ടിക്ക് ഇടാൻ പറ്റിയ സാധനമൊന്നുമല്ല. മീനാക്ഷി പൊട്ടിച്ചിരിക്കുന്നു. ഒരു കവർ പൊട്ടിക്കാൻ പറ്റുന്നു. അതൊക്കെ പണ്ടേ പൊട്ടിച്ചതാ. പണ്ടേ പൊട്ടിച്ചത് ആരോടാ പറയുന്നേ? ഒന്ന് പൊട്ടിച്ച് നല്ല ടീമിനോടാ വെല്ലുവിളിക്കുന്നത്. കടിച്ചു, ധൈര്യമായിട്ട് അടിച്ചോ, കുഴപ്പമില്ല. ധൈര്യമായിട്ട് കടിച്ചോ. കടിച്ചോ, ധൈര്യമായിട്ട് കടിച്ചോ. അത്രേ ഉള്ളൂ. ഒന്നുമില്ല, ജീവനുള്ളതല്ല. അയ്യോ, പല്ലേ പോലും കടി വീഴുന്നില്ല. കടിച്ചിട്ടും പൊട്ടാത്തോ? പോയല്ലോ. ഒന്നുകൂടെ. ഇപ്പം വരും. ഒന്നുകൂടെ. എന്തെന്നൊക്കെ കടിക്കുമ്പോഴേ നല്ല രീതിയിൽ കടിക്കുക. അങ്ങനെ നമ്മൾ തുറന്നിരിക്കുകയാണ്. മീനാക്ഷി ഒന്നുകൂടെ കടിച്ചു. അതറിയാക്കി കണ്ണു കിട്ടിയിരിക്കുവോ? പൊട്ടിക്കോ? ഇല്ലേ, ഒന്നുകൂടെ പൊട്ടിക്കുക. കടിച്ചിട്ടും പൊട്ടാത്തോ? എങ്ങനെ ഒരു ഒന്നുകൂടെ പൊട്ടിക്കുക. എന്താ ടേസ്റ്റ്? എന്താ ബലൂണിന്റെ വേണോ? അതല്ലേ പള്ളിപ്പറമ്പിൽ കിട്ടുന്നു പറഞ്ഞേ. നോയിക്ക് ഏത് ഫ്ലേവർ ആണ് ചേട്ടാ? ഇത് സസ്സാണ്. സസ് എന്തുവാ? സസ്പിഷ്യസ് ആക്ടിവിറ്റി. ഒരിക്കലല്ല, അപമാനിക്കരുത്. ഒന്നുകൂടെ പൊട്ടിക്കുക. ഒറ്റ പൊട്ടി പുറത്തു കൊണ്ടുപോവാ. യെസ്. പിന്നെ അല്ല, മീനാക്ഷിയോടാ കളി. അതെ, വന്നില്ല. അതൊക്കെ പതിയെ വരത്തുള്ളൂ, സമയം എടുക്കും. പൊട്ടിക്കൊന്നുടാ. ദേഷ്യം കയറി കേട്ടോ. തൂത്തിട്ട് പോയാ മതി കേട്ടോ. പൊട്ടിച്ചു. പക്ഷെ ഒരു 23 മിനിറ്റ്. അല്ല, ഇപ്പോഴും അറിയത്തില്ല എന്തുവാന്നുള്ളത്.
പൊട്ടിച്ചെന്നുള്ളത് യാഥാർത്ഥ്യം, എന്തുവാണെന്നുള്ളത് ഇതറിയത്തില്ല. നോക്കിക്കോന്ന്. അത് പുറത്തേക്ക് വന്നല്ലേ ഇപ്പോഴും, ഉള്ളിൽ തന്നെയാ. ആ വന്ന് 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 എനിക്ക് ചക്കപ്പഴത്തിന്റെ മണമാണോ? ഏത് ഫ്ലേവറാ മണക്കുന്നത്? എന്ത് മണാ വരുന്നതെന്ന് പറയും. ഇത് 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 ഉത്തരം പറ എന്തുവാന്നുള്ളത്. അയ്യോ. കിണറിന്റെ റിങ്ങാണോ? അതിന്റെ റിങ്ങോ? എന്ത് ഡയറി മിൽക്ക് ടേസ്റ്റ് തോന്നുന്നുണ്ടോ? അയ്യോ, ഇതെന്താ ഇങ്ങനെ? നമ്മളിത് തലയിലിടും. തലയിൽ ആരിടും? നീ ഇടും? ഇത് 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 മുടി കെട്ടാൻ യൂസ് ചെയ്യും. മുടി കെട്ടാൻ. അല്ല, മുടി കെട്ടാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. അയ്യോ, ഇത് എന്തുവാ? ഇതിന് പല പർപ്പസ് ഉണ്ട്. വെള്ളം നിറയ്ക്കാം, ഊതി പെരിപ്പിക്കാം, ബലൂണായിട്ട് ഉപയോഗിക്കാം. ഇത് ബലൂൺ പൊട്ടിയാലും ഇത് മനസ്സിലായി. ബലൂൺ പൊട്ടിയാലും ഇത് പൊട്ടത്തില്ല. കോണ്ടോ മീനാക്ഷി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? തുറന്നോ ആ കണ്ണിന്റെ എക്സ്പ്രഷൻ കാണാം. ഡയറി മിൽക്ക് എന്നൊക്കെ പറഞ്ഞു തന്നു. കൊള്ളാം. അത് അതിന്റെ പാലായിരിക്കും. അതിന് മുള്ള തൊടുമ്പോ നോക്കണേ, മുള്ള അതിന്റെ. പിടിച്ചു വെക്ക്. ഇങ്ങോട്ട് വാ. ജീവനില്ല. എന്തിനാ വെറുതെ? ഞാൻ ആരാ കേട്ടോ? പോയി നിങ്ങളുടെ കൈ വിട്ട് പോയി. ബ്രഷോ? എന്ത് പ്രശ്നം? വലിയ ബ്രഷല്ലേ എന്തായാലും. പല വലുതുണ്ടല്ലോ, പല പറ്റും നോക്ക്. ആ ബ്രഷ് നാളെ തൊട്ട് നീ ഇല്ല ചേർത്ത്. എന്ത് പ്രശ്നം? നാളെ കണ്ടത് ഇപ്പൊ പയ്യെ ടോയ്ലറ്റ് എടുക്കണ ബ്രഷോ? സൂപ്പർ. ആ ബ്രഷാണ് പല്ലൊക്കെ. അല്ല, അങ്ങനെ കാണുന്ന ഗസ്റ്റിനെ അപമാനിക്കുന്നത്. ഇതാ ബാത്റൂമിൽ കൊണ്ടുവച്ചാ. ഞാൻ സ്പ്രേ ഒക്കെ അടിച്ച മീനാക്ഷി സ്പ്രേ അടിക്കാറുണ്ടോ? കുളിക്കത്തില്ല പിന്നെ സ്പ്രേ. അല്ല, ഞാൻ കുളിക്കാറുണ്ട്, സ്പ്രേ അടിക്കാറുണ്ട്. ഏത് സ്പ്രേ അടിക്കുന്നേ? ഞാൻ കൂൾ വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. കൂൾ വാട്ടർ. കൂൾ വാട്ടറിനേക്കാൾ നല്ല സ്മെല്ലുള്ള സ്പ്രേ എടുത്തിരിക്കുന്നത് മീനാക്ഷി. ധൈര്യമായിട്ട് മീനാക്ഷിക്ക് തൊടാം. സ്പ്രേ അല്ല, ആണ്, നല്ല സ്പ്രേയാ. ഈ സ്പ്രേയുടെ മണം കിട്ടാത്തവരെ ആരും തന്നെ ഇല്ല കേരളത്തിൽ. സത്യം. ഒന്ന് മണപ്പിച്ചേ. മീനാക്ഷിക്ക് പറ്റും നല്ല രീതിയിൽ ഒന്ന് മണപ്പിക്കാം. ഇത് അടിക്കുന്ന സ്പ്രേക്ക് ഇങ്ങനെയാണ് കടിക്കുക. ചാടുന്നു. ഇതിന്റെ വളയുള്ള പേടിപ്പിക്കുന്ന എന്തിനാ? ഇത് തൊടുമ്പോ എന്താ തോന്നുന്നു പറയും. തൊട്ടിട്ടൊന്നും എന്താ മനസ്സിലാവുന്നില്ല. ഒന്നുമില്ലല്ലോ. കൈ അയ്യേ, ഇതെന്താ നനവുണ്ട്. അയ്യേ, മീനോ?
എന്തോ ഫീൽ ചെയ്യുന്നത് എന്തുവാ? ഇംഗ്ലീഷ് സിനിമകളിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. ഒന്ന് സ്മെല്ല് ചെയ്തേ. വേണ്ട. മീനാക്ഷി ജീവിതത്തിൽ ഇതുവരെ അടിച്ച് കിട്ടാത്ത മണം ഇതിനുണ്ട്. അത് ഞാൻ തരുന്ന വാക്കാ. മീനാക്ഷിയുടെ പേരിനോട് സാമ്യമുണ്ട്. അതെ, ഒന്ന് മീനാക്ഷി ഒന്ന് മണത്തെ, ഒന്ന് മണപ്പിക്ക്. അങ്ങനെയാണോ മണക്കുന്നേ? പിന്നെ മാറ്. അല്ല, ഇത് നമുക്ക് വൈകുന്നേരം ആവശ്യമുള്ളതാണേ. ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്തേ. കൂൾ വാട്ടറാണോ നല്ല സ്മെല്ല്, ഇതിനാണോ നല്ല സ്മെല്ല് എന്ന് പറ. എടുത്തോ, കയ്യിലെടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. ആ രതീഷ്, ആ അടുത്തോട്ട് കൊണ്ടുപോവാ. കൂൾ വാട്ടറിന് അപ്പുറം നല്ല സ്മെല്ല കിട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനടി എന്തുവാ അയ്യെന്നൊക്കെ പറയും. കൂൾ വാട്ടർ മീനല്ല. മീനല്ല, ഒന്ന് കടിച്ച് പഴംപൊരി. അത് പിന്നെ പഴംപൊരി ചീനി എന്ന് പറയാം. പഴംപൊരി രതീഷ് ഉണ്ടാക്കിയ പഴംപൊരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേസ് കൊടുക്കും. കൊടുത്തു. പഴംപൊരി മീനാത്. താഴോട്ടോ പതിയെ തുടങ്ങേ. സാധനം എന്താന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞു മീനാത്. അത് പഴംപൊരി മീനിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തേക്കണ മീനാ. അപ്പൊ നല്ലൊരു കൈഡി. മീനാക്ഷി, യെസ്, അപ്പൊ എങ്ങനെയുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ്? സൂപ്പർ ആയിരുന്നു, നല്ല ഫണ്ണായിരുന്നു. കുറച്ച് ചില സമയത്ത് പേടിയായി, എന്നാലും ഫണ്ണായിരുന്നു.